ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സുഖയിൽ എല്ലാവർക്കും. അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ മല്ലു ഫാമിലിയിലാണ് കേട്ടോ. നമ്മുടെ സുജിൻ ചേട്ടൻ്റെ കിഡ് ബേബിയുടെയും ഇവക്കുട്ടിയുടെയും ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ട് സുജിൻ ചേട്ടൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ഷണനം കിട്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഞാനാണ് കേട്ടോ ഫസ്റ്റ് വന്നിട്ടുള്ളത്. ഈ ഒരു പ്രോഗ്രാമിന് ഫസ്റ്റ് വന്നൊരു വ്യക്തി എന്ന് പറയുകയാണെങ്കിൽ ഞാനാണ്. അപ്പോൾ ഞാൻ വന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും സുജിൻ ചേട്ടൻ കസേരയൊക്കെ നിരത്തി സെറ്റാക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ പൊന്നൂസും കുഞ്ചൂസും ഒക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതേ ഉള്ളൂ. അവരൊക്കെ എഴുന്നേറ്റ് ചായ കുടിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. രാത്രി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവർ ഇവിടെയൊക്കെ സെറ്റാക്കി വെച്ച് കിടക്കുമ്പോഴത്തേലും ലേറ്റായി. അപ്പോൾ ഇത് പൊന്നൂസിൻ്റെ അമ്മയാണ്. ഇതാണ് ഇവക്കുട്ടി കേട്ടോ, നമ്മുടെ ഇവമോള. ഇതാണ് ഇവമോളൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ചായിട്ട് മെമ്പേഴ്സ് എത്തി തുടങ്ങുന്നുണ്ട്. ഇത് ആരാണെന്നറിയോ? നമ്മുടെ ഭാവയാണ് കേട്ടോ. അപ്പം മെമ്പേഴ്സ് ഓരോരോ ആളായിട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതാ നമ്മുടെ ഭാവിയും ഷാജും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഇവമോള് കപ്പൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട് കേട്ടോ. ആള് നല്ല സ്മാർട്ടാണ് കേട്ടോ. എൻ്റെ കയ്യിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നല്ല കൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. നല്ല കൂട്ടായിരുന്നു ആള്. രാവിലെ തന്നെ ഞാൻ പോയപ്പോൾ ഞാൻ നന്നായിട്ട് കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു കുറേ നേരം. വത്സലാമയും മേമയും ഒക്കെ ഓരോ പണിയിലായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഇവക്കുട്ടിയെ എടുത്ത് കുറച്ച് നേരം കളിപ്പിച്ചു. ഇതാ മെമ്പേഴ്സ് എല്ലാവരും എത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. കൂടുതൽ പേരും വ്ളോഗേഴ്സാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി വ്ളോഗേഴ്സിനെ പരിചയപ്പെടാനും പറ്റി. ഇതാ നമ്മുടെ ഇഷാനി കൃഷ്ണയുടെ ഒക്കെ ഫ്ലെക്സ് ഒക്കെ ഒട്ടിച്ചിട്ട് നല്ല സ്റ്റേജെല്ലാം അടിപൊളി നല്ല പൊളപ്പൻ സ്റ്റേജൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ബലൂണൊക്കെ രാവിലെ ആകുമ്പോഴത്തേലും കുറച്ച് പൊട്ടി പോയിട്ടുണ്ടായിരുന്നുണ്ട്. അതൊക്കെ വീണ്ടും സെറ്റ് ചെയ്ത് വെച്ചു. എയറൊക്കെ അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ മെമ്പേഴ്സ് ഇതാ കുറച്ച് മെമ്പേഴ്സായിട്ട് എത്തിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇവിടെ വന്നിട്ട് ഞാൻ ഒരു വിധത്തിലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനായിരുന്നു ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ട് നന്നായിട്ട് പരിചയപ്പെടാനൊക്കെ പറ്റി. നമ്മൾ ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ എല്ലാവരെയും കണ്ടിട്ടുള്ളതാണ്. നമുക്ക് ഓൾറെഡി എല്ലാവരും പരിചയമുണ്ട്. താട്ടനെ ആയാലും പിന്നെ വത്സലാമയായാലും മേമയായാലും കുഞ്ഞൂസായാലും പൊന്നൂസിനായാലും എല്ലാവരെയും നമുക്ക് പരിചയമുണ്ട്. പക്ഷേ നമ്മളെ ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഞാനിങ്ങനെ പോയപ്പം എല്ലാവർക്കും നന്നായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല. വത്സലാമയായാലും മേമയായാലും പൊന്നൂസായാലും കുഞ്ഞൂസായാലും എല്ലാവരും നന്നായിട്ട് മുന്നേ അറിയുന്ന ആ ഒരു രീതിയിലായിരുന്നു കേട്ടോ പിന്നെ എന്നോട് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വരുന്ന മെമ്പേഴ്സിനൊക്കെ വെള്ളം കൊടുക്കാനും ഒക്കെ ഇതിന് വത്സലാമ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ. താട്ടനായാലും എല്ലാവരും, താട്ടെന്ന് ഉദ്ദേശിച്ചത് സുജിൻ ചേട്ടനാണ് കേട്ടോ. അപ്പോൾ സുജിൻ ചേട്ടനും ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നു എന്നെ. അത് ചെയ്യും ഇങ്ങോട്ട് വാ, ഫുഡ് കഴിക്കുക, കേക്ക്, ചായ കുടിക്കുക, വെള്ളം കുടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനതൊന്നും ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു ഫംഗ്ഷന് പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എല്ലാവരും എന്താ പറയുക, മുന്നേ അറിയുന്ന ആ ഒരു രീതിയിലായതുകൊണ്ട് തന്നെ ഒട്ടും പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മല്ലു ഫാമിലിയുടെ വീഡിയോയിൽ കാണുന്ന സ്ഥിരം ലൊക്കേഷനാണ് കേട്ടോ ഈ കിണർ, ഈ ഫ്രണ്ട് ഭാഗം, അതുപോലെ തന്നെ ഈ കിച്ചണിൻ്റെ ഭാഗം എന്നൊക്കെ പറയുന്നത്. അപ്പം ആ ഒരു സ്പേസൊക്കെ കാണുമ്പോൾ ശരിക്കും പിന്നെ എന്താണ് നമ്മുടെയൊക്കെ ആരൊക്കെയോ ആണ് എന്നുള്ള ഒരു തോന്നൽ വരും. അതുപോലെ തന്നെ ഇവരുടെയൊക്കെ ആ ഒരു പെരുമാറ്റം കൊണ്ട് തന്നെ ഞാൻ ശരിക്കും നെട്ടി കേട്ടോ. ഞാനതൊന്നും തീരെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിട്ടില്ല. എന്തായാലും പ്രോഗ്രാം അടിച്ചു പൊളിച്ചു എന്ന് തന്നെ വേണം പറയാനായിട്ട്. കാരണം ഒത്തിരി മെമ്പേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി വലിയ സബ്സ്ക്രൈബേഴ്സും വലിയ ഫോളോവേഴ്സൊക്കെ ഉള്ള ഒത്തിരി മെമ്പേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വഴിയെ കാണാം. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അത് പ്രോഗ്രാമിനായിട്ട് കേക്കൊക്കെ സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കേക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് പൊന്നൂസും കുഞ്ഞൂസൊക്കെ അവിടെ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് റെഡി ആവുന്നുണ്ട്.
നമ്മുടെ ഇവമോൾ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല ലിറ്റിൽ പ്രിൻസ് ആയിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട്. ഇതാ നമ്മുടെ ഇവക്കുട്ടി നല്ല സുന്ദരി കുട്ടി ആയിട്ടുണ്ട്. ആള് നല്ല സ്മാർട്ടായിട്ടോ. നേരത്തെ കുറച്ചൊന്ന് ഷൈ ആയിരുന്നു, ഇപ്പൊ ആള് നല്ല സ്മാർട്ടായി. കേക്കിന്റെ ഫോട്ടോ എടുത്തില്ലേ? ഫോട്ടോ തൊപ്പിണ്ട് 6 ഉണ്ട്. ഇത് ഒന്ന് വാങ്ങിക്കോ. Hello chick, hello. Hello chick, hello. 1, 2, 3. Hello chick, hello. Hello chick, hello. Hello chick, hello. കിട്ടിയോ? സാധനം കിട്ടിയോ? ഹലോ ചിക്ക് കിട്ടിയോ? നമുക്ക് കേറില്ല ഭയങ്കര ഫാൻസ് അപ്പോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ മല്ലു ഫാമിലിയുടെ ഇവമോളുടെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിട്ടുള്ള എല്ലാവർക്കും ആദ്യം തന്നെ ഒരു സ്വാഗതം ചെയ്യാണ്. അപ്പൊ എല്ലാവരും റെഡിയല്ലേ? എന്താ അവരൊന്നും മിണ്ടാതെ റെഡിയല്ലേ? യെസ്. അപ്പൊ ഗൈസ് നമ്മുടെ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ എടുക്കുന്ന കുറെ പേരുണ്ട് മച്ചന്മാര്. അപ്പൊ എന്തായാലും നല്ല അടിപൊളി വീഡിയോ ആയിക്കോട്ടെ. അതുപോലെ തന്നെ സ്റ്റേജുമ്പോൾ നമ്മ യുവമോളൊക്കെ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അത് ഒരുപാട് സന്തോഷം, നന്ദി. ജന്മദിനാപ്പം മുറിക്കുവാൻ സമയമായി. എല്ലാവരും സമീപത്തേക്ക് വരിക. സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്. അത് മുറിഞ്ഞിട്ടല്ല, ഇത് മുറിച്ചപ്പത്തിന് അറ്റാക്ക് ചെയ്തോളിട്ടോ. കാരണം പിന്നെ അത് കിട്ടുള്ള നാൽപ്പടിക്ക് പോകില്ല. ദത്തിട്ടടി അപ്പൊ നമുക്ക് തുടങ്ങല്ലേ? എല്ലാവരും റെഡിയല്ലേ?
സുജിന്റെ ചെറിയ സുന്ദരിയായ യുവമോളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആരംഭിക്കുകയാണ്. നമ്മൾ കിടുബേബി നല്ല കണ്ണടൊക്കെ ഇട്ട് സുന്ദരനായിട്ട് നിൽക്കുന്നുണ്ട്. ഹായ് എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ. കിടുബേബി ഹായ് ഹായ്. ഓക്കെ, അപ്പൊ നമുക്ക് വിഷയമായിട്ട് നമുക്ക് തുടങ്ങല്ലേ? ഇനി ആരും വരാനൊന്നുമില്ലല്ലോ, റെഡി അല്ലേ? അപ്പൊ നമ്മുടെ സുജിന്റെയും ഗീതയുടെയും രണ്ട് മക്കൾ സുന്ദരനും സുന്ദരിയായിട്ട് ഇവിടെ സ്റ്റേജിലുണ്ട്. അപ്പൊ നമ്മൾ ഇനി കൂടുതൽ വഴുകിക്കണില്ല. അപ്പൊ നമുക്ക് നമ്മുടെ കേക്ക് മെൽറ്റ് ആയി തുടങ്ങി. അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ഓക്കെ, നേരത്തെ പറഞ്ഞു അവരോട് ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ കാസർഗോഡ് നിന്നും എറണാകുളത്തു നിന്നും പെരുന്തൽമണ്ണ നിന്നും മലപ്പുറത്തു നിന്നും നിലമ്പൂരിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. ആ കർണാടകയിൽ നിന്നടക്കം വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര സന്തോഷം, എത്ര പറഞ്ഞാലും മതിയാവില്ല. ഒരുപാട് സന്തോഷം. ഓക്കെ, അത് കേൾക്കാൻ മെൽറ്റ് ആവുന്നുണ്ട്. ഓക്കെ, അന്ന് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ പാടും. അപ്പൊ ഓക്കെ കട്ട് ചെയ്യല്ലേ? 3, 2, 1 start. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. നല്ലൊരു കയ്യടി കൊടുക്കട്ടോ. കേക്ക് മുറിയും സെലിബ്രേഷനൊക്കെ അപ്പം അങ്ങനെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഫുഡ് കഴിക്കുക പിരിയാന്നുള്ളതാണ്. അപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ നിൽക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഫുഡും കൂടി കഴിക്കുമ്പോൾ ലേറ്റ് ആവും എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ. ഇത് നമ്മുടെ സിലോത്താണ് കേട്ടോ, സൽഹാത്തയാണ്. അപ്പോൾ അവരും വന്നിട്ടുണ്ടായിരുന്നു, അവരും ഹസ്ബൻഡും മോനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൂടി കാണാൻ പറ്റി. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ വലിയ മെമ്പേഴ്സിനൊക്കെ കാണുക, അവരോടൊക്കെ സംസാരിക്കുക എന്നൊക്കെ ചെയ്യുന്നത്. ആ ഒരു ഫീൽ ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഷിഹാബൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഷിഹാബൊക്കെയും വൈഫും കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തന്നെ ഒരു അടിപൊളി ചങ്കാണ് SM ബ്ലോഗ്സ് മോട്ടിവേഷൻ ടിപ്സ് ഷെബീബ മുനീർ. പിന്നെ അപ്പോൾ അവരെയും കൂടി മീറ്റ് ചെയ്യാൻ പറ്റി. അവരുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പ്രോഗ്രാമിന്. അപ്പോൾ അവരെയും കൂടി മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പോൾ അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ, ഒത്തിരി വലിയ മെമ്പേഴ്സ് യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ എന്താണ് സബ്സ്ക്രൈബേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ. സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം പറയാൻ വയ്യ, കാരണം കാസർഗോഡൊന്നും അങ്ങ് ദൂരേന്ന് വരെ പിന്നെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയാനുണ്ടെങ്കിൽ. എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര ദൂരെ ആയാലും എല്ലാവരും വരും പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാനൊക്കെ വരുന്നത് പറയുന്നത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നുള്ളത്. അപ്പോൾ ഇനിയും അത് തുടർന്ന് പോട്ടെ, ഇനിയും ഒത്തിരി ഉയരങ്ങളിലേക്ക് എത്തട്ടെ. സെലിബ്രേഷന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ വീണ്ടും പറയാണ്, ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുകയാണ്. അടുത്ത ഗിഫ്റ്റ് കുട്ടിയുടെ അമ്മായിയുടെ വകയാണ്, നമ്മുടെ കുഞ്ചു അമ്മായിയുടെ. അതെ, കുഞ്ചുവിന്റെ അപ്പോൾ അതാ നമ്മുടെ ഷിഹാബ്ക്കയും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൂടി പരിചയപ്പെടാൻ വേണ്ടി പറ്റിയിട്ടോ. അപ്പോൾ അവരോട് സംസാരിക്കുന്നതൊന്നും വീഡിയോസായിട്ട് എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഫസ്റ്റ് ടൈമാണ് ഇവരൊക്കെ മീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ചമ്മലുണ്ടായിരുന്നു അവരോടൊക്കെ സംസാരിക്കുമ്പോൾ.
പിന്നെ ഞാൻ എന്താ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് മന്തിയിലാണ് കേട്ടോ എന്നെ അവർ ഇരുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഫസ്റ്റിൽ തന്നെ എനിക്ക് പോകണം എന്നുള്ള ഉദ്ദേശത്തിൽ ഫുഡ് കഴിക്കാതെ ഇറങ്ങാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ വത്സലാമ്മ എങ്ങനെയും വിട്ടില്ല, വത്സലാമയും താട്ടനും പിന്നെ മേമയും ഒന്നും വിട്ടില്ല. അപ്പം പെട്ടെന്ന് തന്നെ എന്നെ കൊണ്ടുവന്ന് അവിടെ ഫസ്റ്റിൽ തന്നെ ഇരുത്തി. അപ്പോൾ വത്സലാമ്മനോടും എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ് പറയുന്നു കേട്ടോ. അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ച് വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കി. കേട്ടോ വരുന്നേ, ഓക്കെ ശരി. അപ്പൊ എന്നാ ചിങ്ങം 3 കാണാൻ ചിങ്ങം 3 കാണാം ഇൻഷാ അല്ലാ. ഞാൻ കണ്ണൂരൊക്കെ എത്തണം, അതുകൊണ്ട് അവനെന്തായാലും കാണാം. ശരി. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇവിടുന്ന് ഇവമൊക്കെ ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതെന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ അവിടുന്ന് വരാനുള്ള ആ ഒരു തത്രപ്പള്ളായതുകൊണ്ട് അതങ്ങനെ ശ്രദ്ധിക്കാനും പോയില്ല. പോന്നേ, മനസ്സും വയറും നിറഞ്ഞു. അല്ല ഞാൻ കഴിക്കാതെ പോകും, ഞാൻ നേരത്തെ ഇറങ്ങണ്ടേ. അപ്പൊ അമ്മ പിടിച്ചിരുത്തി തന്നെ. ഇനി 2:40 ഇപ്പൊ ഇനി മനസ്സും വയറും നിറഞ്ഞു. ഇനി ഇൻഷാല്ലാ കാണാം. എങ്ങനെയാ ഇവിടുന്ന് ബസ് കിട്ടൂലേ? ചെർപ്പളശ്ശേരിയാ? ചോറും ഉണ്ടെന്ന് ഇനി എങ്ങനെ കിട്ടാ? ആദ്യം പറഞ്ഞത് എന്നോട് ഇങ്ങനെ ചടങ്ങും കാര്യങ്ങളും പക്ഷെ ഈ പഴയ ഓൾഡ് ചടങ്ങുകളെ പറ്റി എനിക്ക് അറിയില്ല. അതാണ് ആ കണ്ണൂരിന്ന് വന്ന ഫസ്റ്റ് വന്ന താനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയാനുണ്ടാ? ഈ തെളിവ് ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. മുന്നൂസെ പോയി ഏട്ടൻ പോയേ? ഒരുപാട് സന്തോഷം. അടുത്ത കൂട്ടിരിക്കുന്നതാണ്. ഓക്കെ ഓക്കെ എല്ലാവരോടും പോയേ? ശിവകൊക്കെ പോയേ?